ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, രാത്രി സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Late night thoughts of your person. Okay, late night thoughts of your person. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, അതോ അവർ നിങ്ങളെ മറന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, late night thoughts of your person. ഓക്കെ, രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, late night thoughts of your person. നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, late night thoughts of your person. ഓക്കെ, നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്യാപ്പ് വന്നവർ കാണുമായിരിക്കും. ഒത്തിരി നാളുകളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകൾ കാണുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം എൻ്റെ ഒരു പേഴ്സൺ എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല, എന്നെയൊക്കെ മറന്നുപോയി, അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച്, അവർ ഒറ്റയ്ക്കിരിക്കുന്ന രാത്രി സമയങ്ങളാണ് കൂടുതൽ അവർ ഒറ്റയ്ക്ക് വരുന്നത്. ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മാസ്റ്റർ കാർഡിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഒരു ഹാപ്പി അല്ല എന്നാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം ഒട്ടൊരു ഹാപ്പി ആയിട്ട് നമുക്കൊരു തോന്നില്ല. അവർ വളരെ ഒരു കൺഫ്യൂസ്ഡ് ആണ്, ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി വിഷമത്തിലാണ് എന്നുള്ള തരത്തിലുള്ള ഒട്ടും ഹാപ്പി അല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം പിന്നെ നിങ്ങളുടെ ഒരു ബാഹ്യമായ സൗന്ദര്യം, ബ്യൂട്ടി കണ്ടിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം. കാരണം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഒരു മുടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല കണ്ണുകളാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എനർജീസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ബാഹ്യമായ ഒരു സൗന്ദര്യം, ബ്യൂട്ടി കണ്ടിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് എന്നാണ് കാണുന്നതെങ്കിലും പിന്നീട് നിങ്ങളെന്ന വ്യക്തിയെ അടുത്തറിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളോട് നല്ല ഒരു വളരെ ഒരു മാനസിക അടുപ്പം ഉണ്ടായി എന്നാണ് കാണുന്നത്. നിങ്ങളൊരു നല്ല വ്യക്തിയാണ് എന്നവർ തിരിച്ചറിഞ്ഞു, വളരെയധികം സപ്പോർട്ടീവാണ്, അതുപോലെ നിങ്ങളെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും എന്നെല്ലാം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി. അപ്പം നിങ്ങളെ വളരെയധികം അടുത്തറിഞ്ഞ ഒരു പേഴ്സൺ തന്നെയാണ് ഇവർ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് ഈ വ്യക്തിക്ക് ജസ്റ്റ് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് പറയാനായിട്ട് പോകുന്നത് എന്ന് വരെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയധികം നിങ്ങളെ മനസ്സിലാക്കിയ ഒരു പേഴ്സൺ തന്നെയാണ് ഇവരെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ പോയിട്ടുള്ള ഒന്നാണ് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ
ഇവിടെ കൂടുതലും നമുക്ക് കാണുന്നത് ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളതാണ്. വളരെയധികം മിസ് ഫീലിങ്സ് ഈ ഒരു സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും ഈ ഒരു പേഴ്സൺ ഒത്തിരി അധികമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് നമുക്കിവിടെ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായ ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായ ഒരു എനർജി. നമുക്കൊരു റീഡിങ്ങിലും ഇത്രയധികം ഇങ്ങനെ ഒരു റീഡിങ് കിട്ടിയിട്ടില്ല. ഫിസിക്കൽ അട്രാക്ഷന്റെ ഇതിനകത്ത് ഒത്തിരി ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് ഒരു എനർജീസ് നമുക്ക് വീണ്ടും വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. പിന്നീട് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒത്തിരി ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ്. അടുത്തുള്ള ആളുകളുടെ എനർജീസ് വളരെ കുറവാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കുറെ ആളുകൾ എബ്രോഡുള്ള വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തി എപ്പോഴും ഓർക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ, കഴിഞ്ഞുപോയ സമയങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് വരാനും അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. എന്താണെങ്കിലും അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഓക്കെ എല്ലാം പോട്ടെ, ഞാൻ ഇനി ഈ റിലേഷൻഷിപ്പിലേക്ക് ഓടി എത്താം, അല്ലെങ്കിൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാം എന്ന രീതിയിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകൾ ആയിട്ടുണ്ടാകാം. എങ്കിലും ഇന്നലെ ഒരു പിരിഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞ ഒരാളുകളെ പോലെയാണ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് നിങ്ങളോട് അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത്. ഒത്തിരി ലോങ്, അതായത് 6 months 1 year എബവ് ആയിട്ട് ഇപ്പം കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത് ഇന്നലെ നിങ്ങളോട് ബൈ പറഞ്ഞ് പിരിഞ്ഞ ആ ഒരു രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലും എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയായിരിക്കാം, അതേ ഒരു സെയിം ഫീലിങ്സ് നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി ഒന്ന് അറിയിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ് താനും, അതാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പൊ ചിലവർക്ക് ഇതിനോടകം ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. നേരിട്ടല്ലാതെയോ ഫോണിലൂടെയോ മറ്റോ അവർ നിങ്ങളെ സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പം ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ആ ഒരു സംസാരിക്കുന്ന സമയത്ത്, നമുക്കിപ്പോൾ ഒത്തിരി നാൾ സംസാരിക്കാതിരുന്ന ആളുകളുമായിട്ട് വീണ്ടും നമ്മൾ ഒരു ബ്രേക്കപ്പും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നീട് അതൊന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വിളിച്ചപ്പോൾ നിങ്ങളുടെ സംസാരത്തിലോ അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അപ്പൊ അവർ ചിലപ്പോൾ കാഷ്വൽ ആയിട്ടൊന്ന് വിളിച്ചതോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതൊക്കെ ആയിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. അവർക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും നാളും മിണ്ടാതിരുന്നതിന്റെ ഒരു ഗ്യാപ്പ്. നമ്മൾ ഇന്നലെ സംസാരിച്ച് വളരെ സ്നേഹത്തോടെ ഫോൺ വെച്ച ഒരാളുകളോട് പിന്നെ നമ്മൾ അതിന്റെ ബാലൻസ് സംസാരിക്കുന്ന രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഈ വ്യക്തി ഒത്തിരി ചിന്തിക്കുന്നത്. മറ്റാളുകളോടൊക്കെ നമ്മളിപ്പം വഴക്കുണ്ടാക്കി ഇപ്പൊ നമ്മൾ മിണ്ടാതിരുന്നു, അതിനുശേഷം വീണ്ടും സംസാരിക്കുമ്പോൾ എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും നമുക്ക്. ആദ്യം ഉണ്ടായിരുന്ന ഒരു മാനസിക ഒരു അടുപ്പം ആ ഒരു പേഴ്സണോട് തോന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തിയോട് മാത്രം എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു വളരെ മാനസിക അടുപ്പം തോന്നുന്നത്, ഇത്രയും പിരിഞ്ഞിരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തതെന്ന് ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ കഴിയില്ല എന്ന് അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഒത്തിരി അടുപ്പവും അട്രാക്ഷനും ഒക്കെ തോന്നുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യം അവർ റിയലൈസ് ചെയ്യുകയാണ്. എനിക്കിത് ഈ ഒരു വ്യക്തിയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നവരും തിരിച്ചറിയുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഒരു സെലിബ്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സന്തോഷകരമായ സമയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആ സമയങ്ങളൊക്കെ ഈ വ്യക്തി റിവൈൻഡ് ആയിട്ട് വീണ്ടും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്.
അത്രയും ഒരു സന്തോഷം ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഓർമ്മകളിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് തന്നെ അവർ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ലൈഫിൽ വീണ്ടും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. മീൻസ് അത്രയും ഒരു ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു എന്നുള്ള എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പല സമയത്തും സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളെ തള്ളി പറയേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടാകാം. അതെല്ലാമാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതും അതൊക്കെ തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. മനസ്സിൽ അവർക്ക് അത്രത്തോളം ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ രാത്രി സമയങ്ങളിൽ അവർക്ക് വരാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഗൈഡൻസ് മെസ്സേജോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഫ്യൂച്ചറോ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു ഓർമ്മകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്, ഇനി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള എനർജീസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കുറച്ച് സോൾ മെസ്സേജസും കൂടെ എടുത്ത് നോക്കാം. Soul messages from your person. Okay, soul messages from your person. Okay, soul messages from your person. Soul messages from your person. Okay, soul messages from your person. Soul messages from your person. Okay, first message നമ്മൾ നോക്കുമ്പോൾ I feel empty without you. I am changing and learning some hard lessons right now. Okay, അവര് ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് വളരെയധികം ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവര് പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, I will come back to you. ഓക്കെ, അവർ അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നത്. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ്. I feel romantic for you. ഓക്കെ, നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിരുന്ന ഒത്തിരി ഫിസിക്കൽ അട്രാക്ഷനും റൊമാൻസും ഒക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയമാണ് എന്ന്. We are made for each other. ഓക്കെ, നിങ്ങൾ made for each other ആണ് എന്നവർ പറയുകയാണ്. Love me, that's all I ask of you. ഓക്കെ, അവരെ സ്നേഹിക്കണം എന്നൊരു കാര്യം മാത്രമാണ് അവർ നിങ്ങളോട് പറയുന്നത് എന്നാണ്. I am with you no matters whatever it is. ഓക്കെ, എന്ത് പ്രശ്നം വന്നാലും ഇനി അങ്ങോട്ടേക്ക് അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നൊരു കാര്യം പ്രോമിസ് ചെയ്യാണ് അവർ. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സന്തോഷം. ഓക്കെ, നമ്മളത് ഓൾറെഡി റീഡിങ്ങിൽ കണ്ടു, നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് 2 months ആണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1996, 1980 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചിക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അങ്ങനെ മറുകളുള്ള ആളുകളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 8 ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ കഴിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിന് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ടീ ലവർ, ഓക്കെ, ചായ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1995 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് വീണ്ടും നമുക്ക് വരുന്നത്. സപ്പോർട്ടീവ്, ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. നിങ്ങൾ ഒത്തിരി സപ്പോർട്ടീവ് ആണ് എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി റീഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഒത്തിരി ലോങ് നെയിൽ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ലോങ് നെയിലിനോട് ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കൂടെ കിട്ടുന്നുണ്ട്. ഫീൽസ്
പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം. അതായിരിക്കാം നിങ്ങൾക്ക് ഇത്രയധികം ഒരു അട്രാക്ഷൻ പരസ്പരം തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ടീച്ചിങ് ഫീൽഡിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ടീച്ചർ ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് മന്ത് ഒരു പോസിബിലിറ്റിയാണ് അത്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. ഓക്കെ, 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 52. ഓക്കെ, നമ്പർ 49. ഓക്കെ, മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനും ഉള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 1984 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലോങ് ഹെയർ, ഒത്തിരി ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക്. ലെറ്റർ എ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.